ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1958. ഇന്ന് മെയ് മാസം 11-ാം തീയതി 131-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ക്രിസ്തുവേശു നമുക്ക് തന്ന പല മാതൃകകളിൽ ഒന്ന്, നമ്മുടെ ചില നിസ്സഹായ അവസ്ഥയെ, നമ്മുടെ വ്യക്തതയില്ലാത്ത, ധാരണകളൊന്നുമില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത ജീവിതത്തിന് നല്ലൊരു മരുന്നായി മാറുന്നുണ്ട്. വേറൊന്നുമല്ല, കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി, കുറച്ചു വ്യക്തതയോടും ഏകാഗ്രതയോടും ലക്ഷ്യബോധത്തോടും കൂടി ജീവിക്കണമെന്ന് ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, നന്നായി അത് പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വാക്കുകളിലൂടെ മാത്രമായിരുന്നില്ല, അത് തൻ്റെ പ്രവൃത്തിയിലൂടെ കൂടിയായിരുന്നു. എന്നാൽ വാക്കുകളും അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ അതിൻ്റെ 31 മുതലുള്ള വേദഭാഗം ഒന്ന് വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായെന്ന് വരില്ല. ചിലപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും, അസ്വസ്ഥതയും. ഭക്ഷണമൊക്കെ ആയിട്ട് ശിഷ്യന്മാര് സമീപിക്കുകയാണ് ഗുരുവിനെ. ഗുരുവെ, ഭക്ഷിച്ചാലുവെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് വാങ്ങി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വേണ്ട, വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതി. വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. യേശുവിന്റെ മറുപടി ഇതൊന്നും ആയിരുന്നില്ല. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്ക് വേറെയുണ്ട്. അതോടുകൂടി ശിഷ്യന്മാര് അവരവർക്ക് പറ്റുന്ന പരിമിതികൾക്കകത്തു നിന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. ആരെങ്കിലും ഇവന് നമ്മൾ പോയ നേരത്തിന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, അതിനും സാധ്യതയുണ്ട്. അത് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. അവരുടെ ഉൾവിചാരം മനസ്സിലാക്കിയിട്ട് യേശു പറയുന്നുണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുക, എന്നെ അയച്ചവന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുക, അതാണ് എൻ്റെ ഭക്ഷണം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തിന് കൊടുക്കുന്ന മറ്റൊരു നിർവചനം കണ്ടു, അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യാം. ഓരോരുത്തർക്കും ഈ ഒരു തിരിച്ചറിവ് വരേണ്ടതാണ്, അയക്കപ്പെട്ടതാണ്. ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മളും അപ്പോസ്തലന്മാരാണ്, അയക്കപ്പെട്ടവരാണ്, ദൈവത്താൽ അയക്കപ്പെട്ടതാണ് ഭൂമിയിലേക്ക്. ആ ഒരു തിരിച്ചറിവാണ് ആദ്യമേ നമ്മളൊന്ന് സ്വന്തമാക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവ് ഇതുവരെയും കൂടെ ഇല്ലാത്തതാണ് ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും തളർച്ചകൾക്കും കാരണം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.